ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A1ന്റെ 11ാമത്തെ ചാപ്റ്ററിലെ ഒരു ഗ്രാമർ പോർഷൻ ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓരോ കമന്റ്സും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. സോ വീഡിയോയിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ. ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ഇമ്പറാറ്റീവ് മീറ്റ് ഡു ഇയർ സി. ഇമ്പറാറ്റീവ് മീറ്റ് ഡു ഇയർ സി. ഓക്കെ, സോ എന്താണ് ഇമ്പറാറ്റീവ് മീറ്റ് സി? ഓൾറെഡി നമ്മൾ പഠിച്ചാൽ അല്ലെ, എന്താണ് ഇമ്പറാറ്റീവ് മീറ്റ് സി എന്നൊക്കെ നമ്മൾ പഠിച്ചാൽ. ഓക്കെ, അതായത് ഇമ്പറാറ്റീവ് മീൻസ് എന്താ? എ സെന്റൻസ് വിത്ത് ഇമ്പറാറ്റീവ് gives an advice or an instruction or experience or command. So നമ്മൾ ഈ ഒരു ഇമ്പറാറ്റീവ് മീറ്റ് സി അല്ലെങ്കിൽ ഇമ്പറാറ്റീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസുകൾ എന്താ തരുന്നത്? ഒന്നെങ്കിൽ ഒരു അഡ്വൈസ് തരാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡ്, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന എന്താ ഈ കമാൻഡ് എന്തെങ്കിലും ആയിരിക്കും. So imperative means എന്താണ്? A sentence with imperative gives an advice or an instructions or express or experience, not experience or express, okay, or express a command. Okay, so നമുക്കറിയാം imperative with do ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ നമുക്ക് ഇയർ, പിന്നെ സി. ഓക്കെ, നമ്മൾ ഡിസ്കസ് ആദ്യം ചെയ്യുന്ന ഏതാണ്? imperative with do. സോ ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ സെന്റൻസ് എടുക്കാം. ആ സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഇമ്പറാറ്റീവ് വിത്ത് ഡൂയിലേക്ക് ആക്കണം. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു സിമ്പിൾ സെന്റൻസ് നമുക്ക് എടുക്കാം. ഡു നീംസ്റ്റ് ദാസ് ഔട്ടോ. നീ ആ ഓട്ടോ എടുക്കും. സോ ഡു നീംസ്റ്റ് ദാസ് ഔട്ടോ. സോ ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഇമ്പറാറ്റീവ് വിത്ത് ഡു എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ ആയിരിക്കും. ഒരാളോട്, അതായത് ഫ്രണ്ട്സിനോടൊക്കെ ഒരാളോട് നമ്മൾ പറയാനായിട്ടാണ് ഇമ്പറാറ്റീവ് വിത്ത് ഡു നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ അത് ഒരാളോട്, അതായത് ഒരാളോടായിരിക്കും. അതുപോലെ തന്നെ അത് എന്തായിരിക്കും? ഇൻഫോർമൽ ആയിരിക്കും ഓർത്തിരിക്കും. സോ ഇപ്പൊ നമ്മളൊരു സെന്റൻസ് കണ്ടു, ഡു നീംസ്റ്റ് ദാസ് ഔട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ ഇമ്പറാറ്റീവ് വിത്ത് ഡൂയിൽ എഴുതാം, എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ, ഡു നീംസ്റ്റ് ദാസ് ഔട്ടോ എന്ന സെന്റൻസ് ഇവിടുത്തെ പെർസോണൽ പ്രൊനോമൻ എന്താണ്? ഡു ആണ്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ വെർബ് എന്താണ്? നേമൻ എന്ന വെർബാണ്. സോ നീംസ്റ്റ് എന്ന് പറയുന്ന വെർബ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഒബ്ജക്റ്റ്, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. ഡു നീംസ്റ്റ് ദാസ് ഔട്ടോ. നമ്മൾ ഇമ്പറാറ്റീവ് വിത്ത് ഡൂയിൽ എഴുതുമ്പോൾ ഫസ്റ്റ് വെർബ് നിമ, നീംസ്റ്റ്, അതായത് കോൺജുഗേഷനും വേണ്ട, പെർസോണൽ പ്രൊനോമനും അവിടെ ആവശ്യമില്ല. ഓക്കെ, കോൺജുഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സെന്റൻസ് നീംസ്റ്റ് എന്നാണ്, വേണ്ട, എസ്റ്റ് ക്യാൻസൽ ആക്കാൻ നിമ്മെന്ന്. സോ നീം, പിന്നെ നമ്മൾ മോസ്റ്റ്ലി എഴുതാൻ പോകുന്ന പെർസോണൽ പ്രൊനോമൻ, അതായത് സബ്ജുബെക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഡു എന്ന സുബിയക്റ്റും വേണ്ട. സോ എങ്ങനെ വരും? നീം ദാസ് ഔട്ടോ എന്ന. സോ ഡു നീംസ്റ്റ് ദാസ് ഔട്ടോ എന്ന സെന്റൻസിന് നമുക്ക് എങ്ങനെ ഇമ്പറാറ്റീവ് വിത്ത് ഡൂയിൽ എഴുതി നീം ദാസ് ഔട്ടോ എന്ന് എഴുതാം. കാരണം അവിടെ ദൂന്ന് എഴുതണ്ട, ദൂവിന്റെ കോൺജുഗേഷൻ എസ് ടി അവിടെ ആവശ്യമില്ല, വെർബ് ആദ്യം. ഓക്കെ, വേറൊന്ന് നമുക്ക് നോക്കാം. ഡു ഫസ്റ്റ് ദാസ് ഔട്ടോ. ഡു ഫസ്റ്റ് ദാസ് ഔട്ടോ. സോ ഇതിനെ എങ്ങനെ എഴുതാം? വെർബ് ഫാറൻ എന്ന വെർബാണ്. സോ അത് ആദ്യം വരിക. സോ ഡു കോൺജുഗേഷൻ വരുമ്പോൾ ഫസ്റ്റ് എന്നാവും, പക്ഷെ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫാർ എന്ന് മാത്രം. ഫാർ ദാസ് ഔട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇമ്പറാറ്റീവ് വിത്ത് ഫ്രണ്ടിനോടൊക്കെ നമുക്ക് ഫാർ ദാസ് ഔട്ടോ നമുക്ക് പറയാം. അവിടെ ഡു എന്ന പെർസോണൽ പ്രൊനോമനും വേണ്ട, അതുപോലെ ഡൂവിന്റെ കോൺജുഗേഷൻ എസ് ടിയുടെ ആവശ്യമില്ലാതെ നമ്മൾ എടുത്തെടുക്കുന്നതാണ് ഇമ്പറാറ്റീവ് വിത്ത് ഡു എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഡു ഗിഫ്റ്റ്. ഒരു സെന്റൻസ് ഡു ഗിഫ്റ്റ്. സോ ഇതിനകത്ത് നമുക്കറിയാം എങ്ങനെ ഇമ്പറാറ്റീവ് എഴുതാം? ഗിബ് എന്ന് മാത്രം എഴുതാം. ഗിബ്, അതായത് ഡൂവും കട്ട് ചെയ്യാം, ഗിഫ്റ്റിന്റെ എസ് ടിയും കട്ട് ചെയ്ത് ഗിബ് എന്ന്. അതുപോലെ ഇപ്പൊ ഡു കോംസ്റ്റ്, ഒരു സെന്റൻസ് ഈ ഒരു ഇതുണ്ടെങ്കിൽ, ഒരു വെർബ് കോമൺ എന്ന വെർബ് ഡു കോംസ്റ്റ് എന്നുണ്ടെങ്കിൽ ഡൂവും ക്യാൻസൽ ചെയ്യണം, എസ് ടി ക്യാൻസൽ ചെയ്ത് കോം എന്നാവും.
ലാൺ എന്ന് വരും. നെക്സ്റ്റ് ദു ഫസ്റ്റ്, ദു വേണ്ട ST കട്ട് ചെയ്യുക, ഫാർ എന്നാണ്. ഓക്കെ, അതുപോലെ ദു മാക്സ് ഔഫ്, ദു മാക്സ് ഔഫ് എങ്ങനെ നമുക്ക് എഴുതാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദു മാക്സ് ഔഫ് എന്ന സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഇമ്പറാറ്റീവ് വിത്ത് ദൂൽ എഴുതാം? ദു വേണ്ട, വെർബ് മാഗൻ എന്ന വെർബ്. സോ മാക്സ് എന്നുള്ള സെസ്റ്റ് മാഗന് മാത്രമുള്ളൂ അല്ലെ. മാർ ഔഫ് എന്ന് വരും. ദു മാക്സ്, ദൂം ക്യാൻസൽ ചെയ്യുക, മാക്സിന്റെ ST ക്യാൻസൽ ചെയ്യുക. സോ വെർബ് MACH, മാഗന് മാത്രം, മാഗ് ഔഫ്. നെക്സ്റ്റ് ദു ഹോർസു എങ്ങനെ എഴുതാം? ഹോർസു എന്ന് വരും. ഹോർസിന്റെ ST കട്ട് ചെയ്യുക, ജസ്റ്റ് ഹോർസു. സോ ഇമ്പറാറ്റീവ് വിത്ത് ദു നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ ആയിരിക്കാം. അതിന് എങ്ങനെ നമുക്ക് ഇമ്പറാറ്റീവ് വിത്ത് ദൂൽ എഴുതാം? പെർസോണൽ പ്രൊണോമൻ ആയി ദു നമ്മൾക്ക് വേണ്ട. ദു എഴുതി അതായത് കോൺജുഗേഷൻ ST കട്ട് ചെയ്ത് എഴുതുക. വെർബ് ആദ്യം വരും, ബാക്കിയുള്ളത്. ഓക്കെ, സോ ഇമ്പറാറ്റീവ് വിത്ത് ദു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇമ്പറാറ്റീവ് വിത്ത് ഇയർ. German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short-term and long-term batches. Guaranteed results. Morning, day and night batches. Flexible timing options. Affordable packages. ഇയർ മീൻസ് എന്താ അർത്ഥം? നിങ്ങൾ എല്ലാവരും. സോ ഇതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഒരു കൂട്ടം ഇൻഫോർമൽ ആയിരിക്കും, ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരു കൂട്ടം ഫ്രണ്ട്സ് ആകാം, ആരെല്ലോ ഒക്കെ ആകാം. ഒരു കൂട്ടം ഇൻഫോർമൽ ആയിട്ടുള്ള ആൾക്കാർ പറയാനായിട്ടാണ് നമ്മൾ ഇമ്പറാറ്റീവ്. ഒരു കമന്റ് പറയാൻ, ഓർഡർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇമ്പറാറ്റീവ് ഇയർ യൂസ് ചെയ്യുന്നത്. സോ ആർക്കാ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഇത് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇയർ ഗിഫ്റ്റ് എന്ന് നോക്കാം. ഇയർ ഗിഫ്റ്റ് എന്ന ഒരു സെന്റൻസിനകത്ത് ഇതാണ് ഇയർ ഗിഫ്റ്റ്. സോ ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് പെർസോണൽ പ്രൊണോമന്റെ മാത്രം ആവശ്യമില്ല, ബട്ട് കോൺജുഗേഷന്റെ ആവശ്യമില്ല. അതായത് ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇയർ നമുക്ക് വേണ്ട, ഗിഫ്റ്റ് എന്ന് തന്നെ വേണം. ഒരിക്കലും കോൺജുഗേഷൻ ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ബട്ട് ഇമ്പറാറ്റീവ് വിത്ത് ദൂവില് പെർസോണൽ പ്രൊണോമൻ ആയി ദൂവിന്റെ ആവശ്യമില്ല, കോൺജുഗേഷൻ ST എന്ന കോൺജുഗേഷന്റെ ആവശ്യമില്ല. ബട്ട് ഇമ്പറാറ്റീവ് വിത്ത് ഇയറിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? കോൺജുഗേഷൻ ആവശ്യമുണ്ട്. അതായത് T അല്ലേ, ഇയർ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ T ആയിരിക്കും, അതിന്റെ ആവശ്യമുണ്ട്. ബട്ട് പെർസോണൽ പ്രൊണോമൻ ആയി ഇയർ ഇട്ട് കൊടുക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇയർ കോംറ്റ്. എങ്ങനെ വരും? കോംറ്റ്. ഇയർ നമുക്ക് വേണ്ട, കോംറ്റ് തന്നെ നമുക്ക് വേണം. അതുപോലെ ഇയർ ലേൺ, ലേൺ. ഇയർ ഫാർട്ട്, ഇയർ കട്ട് ചെയ്യുക, ഫാർട്ട് എന്ന് തന്നെ വരും. വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഇമ്പറാറ്റീവ് വിത്ത് സി ഓൾറെഡി നമുക്കറിയാം. ഇമ്പറാറ്റീവ് വിത്ത് സി എന്താണ്? ഓക്കെ, ഫോർ എക്സാമ്പിൾ സി ഗേബൻ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സോ ഇമ്പറാറ്റീവിൽ ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും വെർബ് ആയിരിക്കും. ഓക്കെ, അത് ആദ്യം ഓർക്കുക. സോ ഇമ്പറാറ്റീവ് വിത്ത് സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വെർബ് ആദ്യം വരും. സോ സി ഗേബൻ എങ്ങനെ നമുക്ക് എഴുതാം? ഗേബൻ സി. അവിടെ കോൺജുഗേഷന്റെ ആവശ്യമുണ്ട്, നമ്മുടെ പെർസോണൽ പ്രൊണോമൻ ആയി സിയുടെ ആവശ്യം. ഇത് രണ്ടും ഇല്ലാത്തതാണ് ഇമ്പറാറ്റീവ് വിത്ത് ഡു. ഇതിൽ ഒരെണ്ണം ഉള്ളതാണ്. ഇമ്പറാറ്റീവ് വിത്ത് ഇയർ എന്ന് പറയുന്നത് എന്താണ്? പെർസോണൽ പ്രൊണോമൻ വേണ്ട, അതായത് ഇയർ എന്ന പേഴ്സണൽ പ്രൊണോമൻ വേണ്ട, ബട്ട് എന്ത് വേണം? കോൺജുഗേഷൻ വേണം. ബട്ട് ഇമ്പറാറ്റീവ് വിത്ത് സിയിൽ ആദ്യം വെർബ് വരും, അവിടെ കോൺജുഗേഷനും വേണം, സെക്കൻഡ് പൊസിഷൻ നമ്മുടെ സി എന്ന സി വേണം. ഓക്കെ, സോ സി കോമൺ എങ്ങനെ എഴുതാം? കോമൺ സി. സി ലേൺ എങ്ങനെ എഴുതാം? ലേൺ ആൻഡ് സി. സി ഫാർ എങ്ങനെ എഴുതാം? ഫാർ ആൻഡ് സി എഴുതാം. സോ വെർബ് ആദ്യം വരും, സെക്കൻഡ് പൊസിഷൻ സി വരും, പെർസോണൽ പ്രൊണോമനും വേണം, കോൺജുഗേഷൻ. മൂന്ന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗെയിൻ സി ലിങ്ക്സ്, അത് ലെഫ്റ്റിലേക്ക് പോവാം. ഗെയിൻ സി ലിങ്ക്സ് അതൊരു ഇമ്പറാറ്റീവ് വിത്ത് സി ആണ്. അതുപോലെ കൊമൻസി വിത്ത് ബിറ്റേഷണൽ, ഈ ഒരു സെന്റൻസ് കൊമൻസി ബിറ്റേഷണൽ എന്ന് താങ്കൾ വരും എന്നുള്ള അർത്ഥമാണ്. സോ കൊമ്മൻ വെർബ് ആദ്യം വന്നു, സി രണ്ടാമത് വന്നു. സോ അവിടെ വെർബ് കോൺജുഗേഷനും വേണം, പെർസോണൽ പ്രൊണോമൻ ആയ സി സെക്കൻഡ് പൊസിഷനിലും വേണം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ് മാഹൻസി ബിറ്റേതി ഔഫ്കാബെ. ആ വർക്ക് ഒന്ന് ചെയ്തു. സോ മാഹൻസി ബിറ്റ്, സോ മാഹൻ എന്ന വെർബ് ആദ്യം വന്നു, സി രണ്ടാമത്തെ പൊസിഷനിൽ വന്നു, ബിറ്റേതി ഹൗസ് ഓഫ് കാബെ അല്ലെങ്കിൽ ദി ഔഫ് കാബെ.
ഓക്കെ, സോ വളരെ ഈസിയാണ് ഇമ്പറാറ്റീവ് വിത്ത് ഡു ഇയർ സി. ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്ത് പഠിക്കാം, കമ്പയർ ചെയ്ത് പഠിക്കാം. സോ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ എൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡ് കാണുന്നത് വരെ ബൈ. ചൂസ് ഓഫ്